നിജേഷ് അരവിന്ദ് എന്തിനാണ് നിങ്ങളുടെ സംഘടനയിലൂടെ ആളുകളെ ഇതിലേക്ക് പറ്റിച്ചു കൊണ്ടുവന്നത്? അവർക്കിപ്പോൾ അത് കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടും അതറിയാമായിരുന്നിട്ടും എന്തിന് നിങ്ങൾ പണം വാങ്ങി? കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, സമയം വളരെ പരിമിതമാണ്. ഒന്ന്, CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 2013 കമ്പനീസ് ആക്ട് പ്രകാരം 500 കോടി മൂലധനമുള്ള 1000 കോടി വിറ്റുവരവുള്ള 5 കോടിയിൽ കുറയാതെ ലാഭമുള്ള കമ്പനികൾ 2% സാമൂഹ്യ സേവനത്തിന് വേണ്ടി കൊടുക്കണം എന്നുള്ളതാണ് CSR. അതിൽ കേന്ദ്ര പരിസരമോ കേരള പരിസരമോ ഇല്ല. കേരളത്തിലെ മലബാർ ഗോൾഡ് കൊടുക്കുന്നുണ്ട്, ആലുക്കാസ് ജ്വല്ലറി കൊടുക്കുന്നുണ്ട്, മണപ്പുറം ഫിനാൻസ് കൊടുക്കുന്നുണ്ട്, മുത്തൂറ്റ് ഫിനാൻസ് കൊടുക്കുന്നുണ്ട്, മിംസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് അതിനെ ഒരു കേന്ദ്ര പരിപാടിയാണ് എന്ന് പറയുന്നത് 2013 കമ്പനീസ് ആക്ടാണ്. രണ്ടാമത്തെ കാര്യം, ലാല് ആളുകളെ പിടിച്ചുകൊണ്ട് പറ്റിച്ചു എന്ന് പറയുന്നു. ഞാനൊരു സംഘടനയുടെ ചെയർമാനാണ്. എൻ്റെ സംഘടന ഇതിൽ അംഗമായത്, ഞാൻ എൻ്റെ രാഷ്ട്രീയം മാറ്റി വെച്ച് പറയുന്നു, അംഗമായത് കോഴിക്കോട് വെച്ച് ഒരു മീറ്റിംഗ് ശ്രീ അനന്തകുമാർ, സായി ഗ്രാം ട്രസ്റ്റിൻ്റെ ചെയർമാൻ അനന്തകുമാർ വിളിക്കുന്നു. അതിൽ ഞങ്ങളുടെ കമ്പനിയുടെ ഞാനല്ല പങ്കെടുത്തത്, റെപ്രസെൻറ്റേറ്റീവ് പങ്കെടുക്കുന്നു. ആ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ അനന്തകുമാർ സായി ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്, NGO കോൺഫെഡറേഷൻ എന്ന സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഘടനയ്ക്ക് ചെയർമാൻ മാത്രമേ ഉള്ളൂ, ഇതിൽ ട്രഷറർ ഇല്ല, അതുകൂടി ഞാനാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്നെ പരിശോധിക്കാം. കേരളത്തിനകത്തേക്ക് CSR വരുന്നില്ല, മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. എൻ്റെ കമ്പനിയിലേക്ക് ധാരാളം CSR വരുന്നുണ്ട്. അത് കേരളത്തിലെ മുഴുവൻ NGOസിലേക്കും ജനങ്ങളിലേക്കും കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിനാണ് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അംഗമാവണം എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിലെ ഡയറക്ടർ ഈ വിഷയം ഞങ്ങളുടെ ബോർഡ് മീറ്റിങ്ങിൽ പറഞ്ഞു. ശരി, നമുക്ക് അന്വേഷിക്കാം. ഞാൻ പിന്നീട് തിരുവനന്തപുരം പോകുന്ന സമയത്ത് സായി ഗ്രാമിൽ പോയി അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ആ ട്രസ്റ്റും കാര്യങ്ങളും കണ്ടു. പിന്നെ നെറ്റിലൊക്കെ അദ്ദേഹത്തെ പറ്റി അടിച്ചു നോക്കി. നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഒരു വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് അനന്തകുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. എന്നിട്ടും അദ്ദേഹം ലാപ്ടോപ്പ്, ആദ്യം വന്നത് തയ്യൽ മെഷീൻ, പല സംഘടനകളും പല തയ്യൽ മെഷീൻ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ടെസ്റ്റ് ഡോസ് നൽകി 10-20 തയ്യൽ മെഷീൻ വെച്ച് ആരംഭിച്ചു. ആ സമയത്ത് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നത്, നിങ്ങളിപ്പോൾ എൻ്റെ നേരേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒരു ചാനൽ ഞാൻ കൊടുത്ത ഒരു പരാതിയിൽ എൻ്റെ ചിത്രം വെച്ച് ഇന്ന് പ്രചരിപ്പിക്കുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് നാട് മുഴുവൻ പ്രചരിപ്പിക്കുന്നു, ഞാനെന്തോ തട്ടിപ്പുകാരനാണെന്ന് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം പൊതു ജീവിതത്തിലുണ്ട് ഈ കല്ലേറൊക്കെ വരേണ്ടി വരും. പക്ഷേ ആ സംഘടനാ യോഗത്തിലുണ്ടായിരുന്നത് കോഴിക്കോട്ടെ രൂപത, താമരശ്ശേരി രൂപത, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന താമരശ്ശേരി രൂപതയുടെ സന്നദ്ധ സംഘടനയായ COD, ദേവഗിരി കോളേജിൻ്റെ മാനേജ്മെൻറ്റ്, CMI ട്രസ്റ്റിൻ്റെ സന്നദ്ധ സംഘടനയായ സ്റ്റാർസ്, കന്യാസ്ത്രീകളുടെ സംഘടനയായ റാണി മറിയം, നാലാമത്തത് കോഴിക്കോട് നിങ്ങൾ പറഞ്ഞ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന അഡ്വക്കേറ്റ് ജാനകി നേതൃത്വം കൊടുക്കുന്ന EDS എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, കോട്ടൂർ വെൽഫെയർ സൊസൈറ്റി തുടങ്ങിയ 11 സംഘടനകളാണ് കോഴിക്കോട് ജില്ലയിൽ ഇതിന് എലിജിബിൾ ആയ. നിജേഷ് അരവിന്ദ്, ഞാൻ അതിലേക്ക് ഒന്നും കുറ്റം പറയുന്നില്ല. താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ആ വാർത്ത ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, സ്കൂട്ടറുകൾ, ഇതൊന്നും ഇപ്പോൾ കിട്ടാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അവരോട് നിങ്ങൾ കാണിച്ചത് എന്താണ് എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഒരു മിനിറ്റ് ലാൽ, അങ്ങനെ ഞങ്ങൾ ഈ കമ്പനിയിലേക്ക് വരികയും ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം 1.25 കോടി രൂപയുടെ സാധനങ്ങൾ, 300 ലാപ്ടോപ്പ്, 300 തയ്യൽ മെഷീൻ, 150 സ്കൂട്ടർ, 261 പഠനോപകരണങ്ങൾ, 150 കർഷകർക്ക് ഗൃഹോപകരണങ്ങൾ തുടങ്ങി ഏകദേശം 1.25 കോടി രൂപയുടെ സഹായങ്ങൾ ഞങ്ങളിലൂടെ, എൻ്റെ മാത്രം കമ്പനിയിലൂടെ, ഞാൻ ചെയർമാനായ കമ്പനിയിലൂടെ സാധാരണക്കാർ കൊടുത്തു. അപ്പോൾ ഒരു പ്രോസസ്സാണ് അത്. നേരത്തെ പറഞ്ഞതുപോലെ ആ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് കോഴിക്കോട്ടെ IG വരുന്നു, മന്ത്രിമാർ വരുന്നു, MLA മാർ വരുന്നു. പിന്നീട് അതിനെ ആവശ്യസിക്കുന്ന ആളുകൾ ആളുകളോട് കൊടുത്ത വാഗ്ദാനം അത് നിങ്ങൾ നിറവേറ്റിയോ? ഒരു മിനിറ്റ്. ഈ ആളുകൾ നേരത്തെ പണമടച്ച ആളുകൾക്ക്, ഞങ്ങളുടേത് സ്വാശ്രയ സംഘങ്ങളാണ് ഞങ്ങളുടെ NGOയിലുള്ളത്, സ്വാശ്രയ സംഘങ്ങളിലേക്ക് നോട്ടീസ് പോകുന്നു, അവർ തിരിച്ചു വരുന്നു, പണമടയ്ക്കുന്നു. ഈ പണം നേരെ NGO കോൺഫെഡറേഷൻ്റെ അക്കൗണ്ട്, നേരത്തെ ആനന്ദകുമാറിനെ പോലെ ആളുകൾ പരിചയപ്പെടുത്തി അക്കൗണ്ടിനകത്തേക്ക് അയക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള സംഘടനയെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾക്ക് അവിശ്വസിക്കേണ്ടതായിട്ട് യാതൊന്നും അതിലുണ്ടായിട്ടില്ല.
അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ആപ്ലിക്കേഷൻ വരുന്നു. അതിലെ പണമാണ് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്തത്. അതിൽ ഡിലേ വന്ന സമയത്ത്, ഞാൻ ഒറ്റ മിനിറ്റ്, അത് ഡിലേ വന്ന സമയത്ത് അന്വേഷിച്ചു പോകുന്നു. അപ്പോൾ ആനന്ദകുമാറിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഇതിൽ നിന്ന് രാജിവെച്ച് പോയിട്ടുണ്ട്, എനിക്കിതിൽ ഉത്തരവാദിത്വമില്ല. അപ്പോൾ തന്നെയാണ് ഞങ്ങൾക്കൊരു ചതി ഫീൽ ചെയ്തു. ഞങ്ങൾ നേരെ അനന്തകൃഷ്ണൻ്റെ അടുത്ത് പോയി. അനന്തകൃഷ്ണൻ അവിടെ ഇല്ല, തൊടുപുഴ പോയി. അദ്ദേഹത്തിൻ്റെ മുട്ടത്തെ വീട്ടിൽ, അമ്പലത്തിൽ പോയി. മുട്ടത്തെ വീട്ടിൽ രാത്രി 11:30 മണിക്ക് ഞാൻ ഈ പറഞ്ഞ NGOസിൻ്റെ പള്ളിയിലച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി കണ്ട് സംസാരിച്ചു. ആ സമയത്താണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, എനിക്കിതുവരെ CSR കിട്ടിയിട്ടില്ല, ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റിംഗ് ഫണ്ട്, ക്രൗഡ് ഫണ്ട്, ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തത്. നമ്മൾ ഇതുവരെ പറയാത്ത 2 കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ടു ഉഷ കമ്പനിയുമായി ബന്ധപ്പെട്ട സമയത്ത് ഉഷ കമ്പനി, തയ്യൽ മെഷീൻ തന്ന ഉഷ കമ്പനി പറഞ്ഞു, ശരി ഞങ്ങൾ മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് 50% കൊടുത്തത്. ഞങ്ങൾക്ക് ലാപ്ടോപ്പ് തന്ന HP കമ്പനിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ 50% ഇതെല്ലാം കൊടുത്തു. ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ആ ചോദ്യത്തിലേക്ക് വരൂ. അതായത് ഈ പറയുന്ന 50% അവസാനത്തെ ചോദ്യം വെച്ച് ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്തതിന് ആരാണ് ഉത്തരവാദി? നിങ്ങളുടെ സംഘടനയെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയത് ആരാണ്? ഇതെല്ലാം നിങ്ങൾ കൈ കഴുകുന്നുണ്ടല്ലോ, ആരെങ്കിലും ഒരു പ്രതി വേണമല്ലോ. ആരാണ്? ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു കാര്യം നടക്കാതെ വന്ന സമയത്ത് വ്യവസ്ഥാപിതമായ രീതിയിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷനകത്ത് ഇന്ന ആളുകൾ ഇന്ന എഗ്രിമെന്റ് പ്രകാരം ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ അനന്തകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ, അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസ് കൊടുക്കുകയും FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. നിയമവ്യവസ്ഥയെ ഞങ്ങൾ പാലിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് കണ്ടുപിടിച്ച് കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനന്തകുമാറിനെയും അനന്തകൃഷ്ണനെയും ആണ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങളെ ചതിച്ചവരായി നിങ്ങൾ ഇപ്പോൾ കാണുന്നത്.